സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ, വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ. जम्मू कश्मीर। मैं आपसे थोड़ा हिंदी में बात करना चाहता हूं। हिंदी हमारा राष्ट्रभाषा है ना? जम्मू कश्मीर के बारे में कुछ बताइए। वो जगह कैसा है? शानदार है? सच बोलना चाहिए, नहीं तो नहीं बोलिए। मेरी मतलब यह है, बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए। उधर एक शानदार नाला है, क्या नाम है उसका? अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए, बंगाल के बारे में बोलिए, बिहार के बारे में बोलिए। नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए। कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूं। वो मेरे दिल में ही रहे, वो तुम्हार को सुनाने का जरूरत नहीं। उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूं, उसका आमने सामने किया हूं मैं, समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा। तुम अपने आप को बहुत बड़े समझते हो, उसका नाम है अहंकार। आइंदा मेरा सामने खड़ा होकर बात नहीं करना, बदतमीज, समझा? खबरदार, बदतमीज कहेगा, उल्लू का फटा। चले जा, चल चल। ഈ ഹിന്ദി എങ്ങനെ ഒപ്പിച്ചു? ഹിന്ദി പഠിക്കാൻ പട്ടാളത്തിൽ പോകണമെന്നില്ലല്ലോ. ഞാനൊരു ദേശാടനക്കാരനല്ലേ. എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം. ഇല്ലാണ്ടി പിച്ചി പിച്ചി വേഷാലിനി నా దగ్గర పెట్టుకోవద్దు. ഇത് തെലുങ്ക്. இந்த மாதிரி பிச்சைக்கார வேஷம் கிட்ட வச்சுக்காதே. நினைத்தா புலிய படிப்பேன், ஆனா உயிர் போனாலும் நினைக்க மாட்டேன், புரிஞ்சதா? ಇದು ತಮಿಳ್, ಇನಿ ಕನ್ನಡ. ನಿಮ್ಮ ನಾಟಕ ಏನು ನನ್ನ ಹತ್ರ ಮಾಡಬೇಡ. ನಿಮಗೆ ದುಡ್ಡು ಬೇಕಂದ್ರೆ ಹೋಗಿ ಭಿಕ್ಷೆ ಮಾಡ್ರಿ. ഡോക്ടർ എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടയെ കൂടി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. ഉവ്വ്, വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാർൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്? ഒന്നുണ്ട്. ബൂർഷ്വാ വർഗത്തെ ഒറ്റയ്ക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷ്വാ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള 3 കൊച്ചുപിള്ളേരോ? കുര്യച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ആക്ട് ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാ മതി. വാമളെ. പുന്നൂസേ, ഓ, ആ മോളെ, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. വേറെ ആരോടും പറയണ്ട. ഓ, മുത്തച്ഛൻ എവിടെ? ഡോക്ടറെ കാണാൻ പോയി. അയാൾ എന്തിനാ വിളിച്ചേ? അത് വെറുതെ. വെറുതെ? അതേന്ന്. പുന്നസേട്ടാ, കുത്തി കുത്തി ചോദിച്ച് മോൾ എന്നെ കൊണ്ട് കൂടുതൽ നുണ പറയിപ്പിക്കരുത്. ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ.
അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി ഈ മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ. மணி எங்க போனான் இவன்? மணி ஒரு இடத்துல உட்கார மாட்டான். പാർത്ഥസാരഥിയുടെ അമ്മയല്ലേ? ஆமா, அவன் இங்க இல்லை, வேலைக்கு போயிருக்கான். இன்னும் சாப்பிட கூட வரலை. நீங்க யாரு? ഇത് പാർത്ഥസാരഥി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയാ. அடடே, மீராவா? ഉം. பார்த்தன் உங்களை பத்தி நிறைய சொல்லியிருக்கான். காலேஜ்ல படிக்கிறேன் இல்லையா? உள்ள வாங்க, உள்ள வாங்க. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. அச்சோ, நீங்க ஆத்துக்கு வந்துட்டு உங்களுக்கு காப்பு கொடுக்காம அனுப்பிச்சேன்னு பாசாதிக்கு தெரிஞ்சா அவன் என்ன கொன்னுடுவன். അല്ലമ്മ, പാർത്ഥസാരഥി ഒരു വേലക്കാക മദിരാശിക്ക് അയച്ചിരിക്കാണ്. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. ஐயோ, அவன்கிட்ட சொல்லவே இல்லையே. ചൊല്ലാൻ തന്നിട്ട് പെട്ടെന്ന് തീരുമാനിച്ചല്ലേ. ട്രെയിനിക്ക് സമയമായപ്പോ അവൻ പോയാച്ചി അല്ലേ? ആ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഈ മരുന്ന് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ അമ്മക്ക് സുഖമില്ലയാ? மருந்து எனக்கு இல்லை. மணி, மணி எங்கடா போன? இங்க வாடா, சாப்பிட வேண்டாமா? പാർത്തന്റെ തമ്പിയാക്കും. അവനുള്ളതാ മരുന്ന്. കൊല്ലം എത്രയായി? എന്താ ചാപ്പിടെ. മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ല. പാർത്തന് കിടക്കുന്ന കാശിലെ 3/4 ഭാഗവും അവനക്ക് മരുന്നിട്ടാൻ പോறது. മദ്രാസിയിലെ യാരോ പെരിയ ഡോക്ടർ രാമൂർത്തിയാം. അവരെ കൊണ്ടുപോയി കാമിക്കണമെന്ന് പാർത്തൻ ചൊല്ലിയിരിക്കാൻ. പാർത്തൻ ഒരു ചിട്ടിക്ക് ചെന്നിരിക്കാൻ. അത് കിടച്ചിട്ട് വേണം പോകാൻ. ദൈവം ഓരോരുത്തർക്കും ഓരോ വിധി കൊടുക്കുന്നതാ. പാർത്തന്റെ കാര്യം തന്നെ നോക്ക്. ഇരിക്കുന്ന നഗയെല്ലാം ഇത്തവണ പഠിക്ക വെച്ചൻ. എംകോം പാസ്സാന പയ്യൻ ചെയ്യുന്ന വേലയെ അവൻ ചെയ്യறாൻ. എംകോമോ? ஆமா, எம்காம். அவன் சொல்லலையா? ഇല്ല. சொன்னா இருக்கிற வேலையும் போயிடுமேன்னு பயந்து சொல்லாம இருந்திருப்பான். இதுக்கு முன்னால ஒரு ஹோட்டல்ல பில் எழுதுற வேலை கிடைச்சது. எம்காம் தெரிஞ்சோடனே அந்த வேலையும் போயிடுது. അടടെ, കോഫിയെ കൊടുക്കല. ഉക്കാരുങ്ങോ, ഇപ്പൊ അടിച്ചു തന്നിട്ടേ. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ വെറും മണ്ണ. നിങ്ങളുടെ തലയ്ക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടം തുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഇപ്പൊ കാണാം. മോൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവര് മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളൻ പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. അങ്ങനെ സ്റ്റണ്ടൊക്കെ അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. എന്നാ നമുക്ക് കളിക്കാം. കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ. ദാ. ശ്ശും. മേല് കൊണ്ടില്ലല്ലോ. ഇല്ല. ആ, വാ. ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. ആ, അതുപോലെ തന്നെ വീഴണം. ആ. ശ്ശും. അയ്യോ. ഇനി ഞാൻ അടിക്കാം. ഓ, ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം. ആ. ആ. വാ വാ വാ. മോനെ. ഓ, കൊല്ലല്ലോ ചക്കൻ. ഓ. ഏയ്. മോനെ. ഓ. നിൽക്ക്. ഏയ്. പുറത്താക്കി. അയ്യോ. ഞാൻ പറഞ്ഞില്ലേ, തോറ്റു തോറ്റു തോറ്റു. ഇത് നല്ല കളി, എന്നും കളിക്കാം. ആ, മരണം വരെ കളിക്കാളാ. ആ, എന്താ? അയ്യോ. പത്രല്ല കൈ തരാൻ. ഈ എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? എന്തേ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ടോ? പുറത്തോടിഞ്ച് വരാനല്ല. അല്ല, വായിൽ ഉപ്പുരസം തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഒരു പുരസില്ലേ? ഇല്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ അവന് നല്ല ഇഷ്ടായി. പട്ടിനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അടി ഓടിയായി. ആരാ മീര ഇത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം.
യാതൊരു മനസ്സില്ലാതെ കയറി വരിക ഇരിക്കുക. മീരെ, ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ്, പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തിനൊന്നും ഒരു കുറവുമില്ല. മോനെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണം എന്തോ. അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ പാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ, ആണോ മോളെ? കുഞ്ഞമ്മേ, ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല. ഓ, അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോവും. അങ്ങനെ ഒരു മഞ്ഞ്. അവിടെ നോക്കി കാണും. എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. ആ മോളെന്ന് പറഞ്ഞേ. ആ ആ ആ എന്നാ പോട്ടെ, എന്നാ പോട്ടെ, 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 പോട്ടെ. മോൾ ആനയെ കണ്ടിട്ടില്ലേ? ആ, എത്രയും വലിപ്പമുണ്ട് ആനയ്ക്ക്? വലിയത്. ആ, ഇനി പറഞ്ഞേ. ആന. ആ ആന. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ അങ്കിൾ, അവൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. മെന്റൽ ഷോക്കാണത്രേ. ഒരു ട്രീറ്റ്മെന്റും ഫലിക്കുന്നില്ല. അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ മുത്തച്ഛൻ വന്നില്ലേ? മഞ്ജു മോള് മുത്തച്ഛനെ നോക്കി മുത്തച്ഛാന്ന് വിളിക്കും അല്ലേ? അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ട. അമ്മ പറഞ്ഞേ. അമ്മ. ആ വേണ്ട, 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 വേണ്ട. മുത്തച്ഛൻ എല്ലാവർക്കും വേണ്ടി ഒരു കഥ പറയാം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. നേരിട്ട് സംസാരിച്ച് ഇംപ്രസ് ചെയ്യാൻ നീ പോരാ. ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരു കത്തെഴുതി അവർക്ക് കൊടുക്കാം. അതെന്ത് കത്താണ്? ഞാനെഴുതി തരാം. അപ്പൊ അച്ഛൻ എല്ലാ പരിപാടിയും അറിയാം അല്ലേ? ഞാനൊരു വക്കീലല്ലേ ദിനകര? എന്ത് വക്കീല്? ആ അതുകളാ, ഞാൻ എഴുതി തന്നാൽ അത് കൊടുക്കുന്ന കാര്യം നീ ഏറ്റവും. ഏതായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറുക തന്നെ. പെണ്ണ് വരുമ്പോ കൈ കഴുകാനെന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം. ആ തക്കത്തിൽ കൊടുത്തേക്കണം. വരുന്നുണ്ടെന്ന് തോന്നുന്നു. കെട്ടടി കെട്ടടി. ആ മോള് വരൂ. അങ്കിള് കഴിച്ചോളൂ. കുഞ്ഞമ്മേ, എന്തോ? എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ. ആ ഇനി ഒന്നും നോക്കാനില്ല. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. ദോശ മീരക്കായിരിക്കുമല്ലേ?